വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ മൊസാദ് ഇറാൻ്റെ ഉള്ളിലേക്ക് ഈ ആയത്തുല്ല ഖമനയുടെ ഫ്യൂണറൽ നടന്ന സമയത്ത് അവരവിടെ ഇൻഡയറക്റ്റായിട്ട് അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവരവിടെ പ്രസൻസ് രേഖപ്പെടുത്തിയിരുന്നോ എന്നുള്ളതൊക്കെ ചർച്ചയാകുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ഇസ്രായേലിലേക്ക് 400 സെക്കൻഡ് കൊണ്ട് ഞങ്ങളുടെ മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ എത്തും എന്നുള്ള ഭീഷണി ഇന്നലെ രാത്രി മുഴക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയാണ് മൊസാദ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, 400 സെക്കൻഡ് പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും അബ്ബാസ് അറക്ചിക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആയത്തുൽ അലി ഖമനയുടെ ഫ്യൂണറൽ സെറമണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇറാൻ്റെ ഉള്ളിൽ ടെഹ്റാൻ്റെ മറ്റു പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരും ഏറ്റെടുക്കുന്നില്ല. അമേരിക്ക ഞങ്ങൾക്കറിയില്ല, ആ അറ്റാക്ക് ഞങ്ങൾ നടത്തിയതല്ല എന്ന് പറയുന്നു. ഇസ്രായേൽ തീർച്ചയായിട്ടും ഇത്തവണത്തെ ഈ ഒരു ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല, ഒഫീഷ്യലി അതാണ് അറിവ്. ഇനി രഹസ്യമായിട്ട് ഈ പൊട്ടിത്തെറികൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇത്തരത്തിലൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് ഇറാൻ്റെ ഉള്ളിലുള്ളത്. ഇനിയിപ്പം ഇറാനാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ആക്രമിച്ച റെയിൽവേ ബ്രിഡ്ജ് ഞങ്ങൾ 15 മണിക്കൂർ കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിനെ നന്നാക്കിയിരിക്കുന്നു, വീണ്ടും അതിലെ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതേസമയം ആയത്തുൽ അലി ഖമനയുടെ ഫ്യൂണറൽ സെറമണിക്ക് വന്നു ചേർന്ന ജനക്കൂട്ടം അത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതായത് ഈ പ്രയർ നടക്കുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് അതിന് പുറമെ ഈ പുറത്തുള്ള ക്രൗഡ് ആ വിഷ്വൽ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് പഴയ ഫൂട്ടേജസ് എടുത്ത് മെർജ് ചെയ്ത് ആർട്ടിഫിഷ്യലി പുറത്തിറക്കിയ വീഡിയോസ് ആണെന്നുള്ള വാദം ഒരു സൈഡിൽ ശക്തിപ്പെടുന്നുണ്ട്. അതേസമയം മറ്റൊരു വീഡിയോയും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരുന്നു ആ റോഡിൻ്റെ അവസ്ഥ, ഇത്രത്തോളം ജനങ്ങൾ അതിനകത്ത് തിങ്ങി നിറഞ്ഞുണ്ടായിരുന്നോ എന്നുള്ളതിനെ വിശദീകരിക്കുന്ന രീതിയിൽ ഒരു റിയൽ ടൈം വീഡിയോ എന്നുള്ള നിലയിൽ ആർട്ടിഫിഷ്യൽ അല്ലാത്തൊരു വീഡിയോയും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ട് വീഡിയോയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള കമ്പൈലേഷൻസ് ഇപ്പം സോഷ്യൽ മീഡിയകളിൽ എങ്ങും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനകത്ത് ജനക്കൂട്ടം ഉണ്ടായിരുന്നു ചോദിച്ചാൽ ജനക്കൂട്ടം ഉണ്ടായിരുന്നു, ഇത്രത്തോളം ഉണ്ടായിരുന്നു ചോദിച്ചാൽ നമുക്കറിയില്ല. ജനക്കൂട്ടം IRGC ക്രിയേറ്റ് ചെയ്ത ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു, ഇല്ലാതില്ല. പക്ഷെ അതേസമയം IRGC എതിർക്കുന്ന മറ്റു കക്ഷികൾ ഈ ജനക്കൂട്ടം ഇല്ലാത്ത രീതിയിലുള്ള, അതായത് ക്യൂവിൽ ആൾക്കാർ നിന്ന് ഫ്യൂണറൽ സെറമണിക്ക് വന്ന് പങ്കെടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് അവിടെ മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. അതായത് ലൈനിൽ നിന്ന് 1-2 ക്യൂവിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, അതാണ് പൊതുവേ കാണാൻ കഴിയുന്നത്. എനിവേ ഇതെന്തായാലും കുറച്ചുകൂടി ടൈം എടുക്കും ഈ ക്രൗഡുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു എലിഗേഷൻസ്. അപ്പോൾ എനിവേ ആ തീരുമാനങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ. നമ്മളിപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്ക ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഇറാന് കൈമാറിയിരിക്കുകയാണ്. വീണ്ടും പാകിസ്ഥാനെ വെച്ചുകൊണ്ടുള്ള ഇറാഖിൻ്റെ ത്രൂ ഉള്ള കളികൾ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതേസമയം ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നും ഈ കുർദ് സേനകൾ ഇറാൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് വിവരത്തിനെ തുടർന്ന് IRGC ഇറാൻ ബോർഡർ മേഖലയിൽ അവരുടെ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. IRGC ഭടന്മാരെ ആ സൈഡിലേക്ക് കൂടുതൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇറാൻ. ഇനി ഇറാൻ്റെ ഉള്ളിൽ ഇസ്മായിൽ ഖാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. IRGCയുടെ ഖുദ്സ് ഫോഴ്സിൻ്റെ തലപ്പത്തുള്ള വ്യക്തിയാണ് ഈ ഇസ്മായിൽ ഖാനി. ഇയാൾ കുറേ നാളുകൊണ്ടേ ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. ഇയാൾ മൊസാദിൻ്റെ ഏജൻ്റ് ആണോ എന്നുള്ള രീതിയിലുള്ള ശക്തമായ ആർഗ്യുമെൻറ്റ്സ് ഇറാൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുള്ളിക്കാരൻ ഇന്നലെ ആയത്തുൽ അലി ഖമനയുടെ ഈ ഫ്യൂണറൽ സെറമണിക്ക് പങ്കെടുക്കാൻ എത്തിയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായ രീതിയിൽ ഇറാൻ്റെ ഉള്ളിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. അതിലുപരിയായിട്ട് ഒരു സ്പെസിഫിക് വീഡിയോ, അതായത് ആയത്തുൽ അലി ഖമനയുടെ ആ ലാസ്റ്റ് ഫ്യൂണറൽ സെറമണിയുടെ ബറിയൽ സെറമണിയുടെ തൊട്ട് മുമ്പായിട്ട് നടത്തിയ പ്രയറിൽ എന്തായാലും മുജ്തബ ഖമനയി പങ്കെടുത്തിട്ടില്ല. ബാക്കിയുള്ള ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IRGCയിൽ പ്രധാന പങ്കാളിത്തം വഹിക്കുന്ന, IRGC നിയന്ത്രിക്കുന്ന ആൾക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ആ പ്രയറിൽ പങ്കെടുത്തത്. ആ ഫുട്ടേജ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട IRGCയെ നിയന്ത്രിക്കുന്ന തലപ്പത്തുള്ള ആൾക്കാർ. ഇത് വ്യക്തമായിട്ട് ഈ പിക്ചർ ഇസ്രായേൽ എടുത്തു വെച്ച് പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതിലുള്ള ഫിഗർ ആരൊക്കെയാണ്, ഇതൊക്കെ അടുത്ത ടാർഗറ്റ് ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന പേരുകളാണ്. അതിലുപരിയായിട്ട് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്ട്സ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ 3rd റൗണ്ട്
യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉക്രൈൻ തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ വരുന്ന 10 ദിവസത്തിനുള്ളിൽ റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയ ആക്രമണങ്ങളുടെ 10 ഇരട്ടി എഫക്റ്റുള്ള അറ്റാക്കുകൾ നടത്തും. അതായത് റഷ്യയുടെ 3 യുദ്ധസേനകൾ, അവരുടെ എയർഫോഴ്സ്, അതുപോലെ അവരുടെ ആർമി, അതുപോലെ അവരുടെ നേവി, ഇവർ 3ഉം ഒരുമിച്ചുള്ള അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യക്കുള്ളിൽ പുടിന് ഒരു പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് ക്രെംലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ. റഷ്യയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ ബിസിനസ്മാൻമാരടങ്ങുന്ന ആ രാജ്യത്തിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള വ്യാപാര പങ്കാളിത്തത്തിൽ മെമ്പറായിരിക്കുന്ന ഒരുപാട് പേർ അടങ്ങുന്ന ഒരു സമിതിയാണിത്. അവിടെ നിന്നും, അതായത് അവിടുത്തെ പൊളിറ്റീഷ്യൻസും അവിടുത്തെ ഭരണകർത്താക്കളും, അതായത് മറ്റുള്ള രാജ്യങ്ങളിലുള്ള പാർലമെന്റേറിയൻ മെമ്പേഴ്സ് പോലത്തെ ആൾക്കാരും, അതേപോലെ തന്നെ അവരുടെ ബിസിനസ് എന്റർപ്രണേഴ്സ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും, കോർപ്പറേറ്റുകളും, ഇവർ ചേർന്നുകൊണ്ട് പുടിന് ഒരു പിന്തുണ കൊടുത്തിരിക്കുന്നത് ഫുൾ അറ്റാക്കിംഗ് ഫ്രീഡമാണ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഇല്ലാത്തൊരു പെർമിഷൻ ഈ റഷ്യയുടെ ഉള്ളിൽ നിന്നും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുടിന് ഈ ഒരു അധികാരം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഉക്രൈൻ ഇന്നലെ ഒരു ക്ലെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലെയിമിൽ റഷ്യയുടെ 34 കപ്പലുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉക്രൈൻ ആക്രമിച്ചത്. അപ്പോൾ ഇത് സെലൻസ്കി ബോൾഡായിട്ട് തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ റഷ്യയുടെ 35 കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നാറ്റോ സമ്മിറ്റിൽ വെച്ചിട്ട് സെലൻസ്കി അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ വലിയ ശക്തരാണ്, റഷ്യ ഒന്നുമല്ല, ഞങ്ങൾ റഷ്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശക്തരാണെന്നാണ് സെലൻസ്കി പറഞ്ഞു വെക്കുന്നത്. യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ ലീഡർ എന്നുള്ള നിലയിൽ അയാൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടത് അനിവാര്യമാണ്. അത് പറയുന്നത് ഓക്കെയാണ്. പക്ഷേ ഈ കേട്ടോണ്ടിരിക്കുന്ന ഈ വെസ്റ്റേൺ രാജ്യങ്ങളുണ്ടല്ലോ, അതാണ് ഇവിടെ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. ഈ കപ്പലുകളിൽ 35 കപ്പലുകൾ ഉക്രൈൻ അറ്റാക്ക് നടത്തിയെന്ന് വെച്ചാൽ അറ്റാക്ക് നടത്തി. അതിനകത്ത് 22 കപ്പലുകൾ വീണ്ടും അതായത് അതായത് ഒരു തവണ ആക്രമണത്തിന് വിധേയമായി അതവിടെ നിന്ന് മൊബിലൈസേഷൻ ഇല്ലാതെ കിടക്കുന്ന കപ്പലുകൾക്ക് നേരെ വീണ്ടും അറ്റാക്ക് നടത്തി അതിനെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ലിറ്ററലി ഒരു 25 കപ്പലുകളാണ് ഉക്രൈൻ ആക്ച്വലി അറ്റാക്ക് നടത്തിയത്. അതിനെ 35 പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. വീണ്ടും ഇതേ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിട്ട് അതിനെ ഇനിയും നമ്പേഴ്സ് വർദ്ധിപ്പിച്ച് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഉക്രൈനിലെ സെലൻസ്കി പല യുദ്ധമുറകളും ഉപയോഗിക്കുന്നുണ്ട്. ഇതും ഒരു യുദ്ധത്തിൻ്റെ ടാക്ടിക്സ് ആയിട്ട് കരുതാം, അതിൽ തെറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇത്രത്തോളം അഗ്രസീവായിട്ട് ആക്രമണം നടത്തുന്ന ഉക്രൈൻ എന്തുകൊണ്ട് ഈ സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല? എവിടെയാണ് ഇവർ പരാജയപ്പെടുന്നത്? അപ്പോൾ അവിടെയാണ് റഷ്യയുടെ കൃത്യമായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി അത് മനസ്സിലാക്കേണ്ടത്. റഷ്യ കൃത്യമായിട്ട് അവരുടെ സ്ട്രാറ്റജി വെച്ച് പുലർത്തുന്നത് അവർക്ക് വേണ്ട സ്ഥലങ്ങൾ പിടിച്ചാണ് അവർ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഉക്രൈൻ്റെ ഈ ഒരു പ്രൊവോക്കേഷൻ കൊണ്ട് വീണ്ടും സ്ഥലങ്ങൾ റഷ്യ കയറി പിടിക്കാൻ സാഹചര്യം ഒരുങ്ങുന്നു. ഇനി അമേരിക്കയുടെ ഡബിൾ സ്റ്റാൻഡ് ഇവിടെ നാറ്റോ സമ്മിറ്റിൽ വെച്ചിട്ട് വെളിപ്പെടുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം നാറ്റോ സമ്മിറ്റിന് പോകുന്നതിന് മുമ്പ് പുടിനുമായിട്ട് ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ട് ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ടോക്ക് നടത്തിയിട്ട് പോയ ഡൊണാൾഡ് ട്രംപ് നാറ്റോ സമ്മിറ്റിൽ ചെന്നിട്ട് ഉക്രൈന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഉക്രൈന് പിന്തുണ കൊടുക്കാത്തതാണ് നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. അവർ സപ്പോർട്ട്, അതായത് ഇറാനെ ആക്രമിക്കാനുള്ള സപ്പോർട്ട് കിട്ടാത്തതിന് ഇതാണ് കാരണമെന്ന് അമേരിക്ക വിലയിരുത്തുന്നു. അതൊരു പരിധിവരെ യാഥാർത്ഥ്യമാണ്. ഉക്രൈന് സപ്പോർട്ട് കൊടുക്കാത്ത ഒരു നിലപാടെടുത്ത ഡൊണാൾഡ് ട്രംപിന് കൊടുക്കുന്ന ഒരു തിരിച്ചടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയും ചേർന്നിട്ട് ഒരു പകരം വീട്ടിൽ എന്നുള്ള നിലയിലാണ് അവർ ഇറാൻ വിഷയത്തിൽ മറിച്ചൊരു നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപ് അവിടെ നിർബന്ധിതനാവുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഉക്രൈനിലെ സെലൻസ്കി അവിടെ വെച്ചിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഹുക്ക് പോയിന്റ് ഉപയോഗിക്കുകയാണ്. ആ ഹുക്ക് പോയിന്റ് വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് വരുന്ന ഞങ്ങൾക്ക് സപ്ലൈ വളരെ കുറവാണ്. റഷ്യ ആണെന്നുണ്ടെങ്കിൽ ഇഷ്കന്ദർ മിസൈൽസ് വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇഷ്കന്ദർ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള കെൽപ്പ് നിലവിലെ ഉക്രൈനിലില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. ഇതിൻ്റെ പ്രശ്നം എന്താണ്? കാതലായ പ്രശ്നം സെലൻസ്കി അവിടെ പറഞ്ഞു വെക്കുന്നത്, ഞങ്ങൾക്ക് പാട്രിയോട്ട് മിസൈൽ ഇന്റർസെപ്റ്റേഴ്സ് ഇല്ല, അത് ഷോർട്ടേജ് ആണ്. നിങ്ങളൊരു വർഷത്തിൽ തന്നെ ഏതാണ്ട് 700 എണ്ണമാണ് ഞങ്ങൾക്ക് തരുന്നത്. ജസ്റ്റ് 700 ഇന്റർസെപ്റ്റേഴ്സ് ആണ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് കിട്ടുന്നത്. ജസ്റ്റ് 700 ഇന്റർസെപ്റ്റേഴ്സ്. ഈ 700 ഇന്റർസെപ്റ്റേഴ്സ് വളരെ കുറവാണെന്നാണ് സെലൻസ്കി പറയുന്നത്. ഉക്രൈൻ്റെ യുദ്ധം മുന്നോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പാട്രിയോട്ട് മിസൈൽ ഇന്റർസെപ്റ്റേഴ്സിന്റെ ഷോർട്ടേജ് എന്നാണ് പറഞ്ഞു വെച്ചത്. വളരെ വ്യക്തമായിട്ട് ഈ ഒറ്റ പോയിന്റാണ് അമേരിക്കയ്ക്കെതിരെ സെലൻസ്കി അവിടെ ഉന്നയിച്ചത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് സെലൻസ്കി പറഞ്ഞത്
ഓക്കെ, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ പരിമിതികൾ ഉണ്ടാവാം, പ്രൊഡക്ഷൻ ലിമിറ്റേഷൻസ് ഉണ്ടാവാം, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യൂ, പ്രൊഡക്ഷൻ റൈറ്റ് ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, വേണ്ടി വന്നാൽ അമേരിക്കയ്ക്കും കൂടി ചേർത്ത് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കാം, കോസ്റ്റ് എഫക്റ്റീവ്ലി ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് സെലൻസ്കിയുടെ വാദം. ഇത് ഒരു പരിധി വരെ ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഉക്രൈനിലേക്ക് ഈ പാട്രിയോട്ട് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഇന്റർസെപ്റ്റേഴ്സ്, ആ മിസൈൽ നിർമ്മിക്കാനുള്ള പെർമിഷൻ കൊടുക്കാമെന്ന് ട്രംപ് സമ്മതിച്ചതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പത്രസമ്മേളനത്തിൽ ട്രംപിന് എന്ത് പറയും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നാറ്റോയിൽ വെച്ചിട്ട് ഈ ഒരു അനുവാദം ട്രംപ് സെലൻസ്കിക്ക് നൽകിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് സെലൻസ്കിയുടെ ഒരു വിജയമായിട്ട് തന്നെ കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെലൻസ്കി തന്നെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ്. അതായത് റഷ്യ ബാൾട്ടിക് റീജിയനും അതേപോലെ പോളണ്ടിനെയും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് സെലൻസ്കി, അതായത് ഉക്രൈൻ തന്നെയാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ റിപ്പോർട്ട് അമേരിക്കയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അമേരിക്ക 3 മാസങ്ങൾക്ക് മുമ്പേ ഈ റിപ്പോർട്ട് വായിച്ചിട്ട് ഇതേ വാർത്ത ഇതേപടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഇൻ്റലിജൻസിൻ്റെ കീഴിൽ ഈ വാർത്ത കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം അതായത് ഒരു പ്രൊപ്പഗണ്ട. ഉക്രൈനോടൊപ്പം തന്നെ ഇത്തരത്തിൽ 4.5 വർഷം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യ ഇനി പോളണ്ടിനെ ആക്രമിക്കുമത്രേ, അതേപോലെ തന്നെ ബാൾട്ടിക് റീജിയനിൽ ആക്രമണം നടത്തും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പ്രൊപ്പഗണ്ട സൃഷ്ടിക്കുകയാണ്. അതാണ് ഉക്രൈൻ്റെ അജണ്ട. ആ ഉക്രൈൻ്റെ അജണ്ട കൃത്യമായിട്ട് അമേരിക്കയിലൂടെ സെലൻസ്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിവേ അമേരിക്കൻ ഇൻ്റലിജൻസിന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന വിഷയങ്ങളാണ്. അവർ റഷ്യക്കെതിരെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഈ പുടിനും ട്രംപും തമ്മിലുള്ള ബന്ധം അവർ തമ്മിൽ മാത്രമുള്ള ബന്ധമാണ്, അത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമുള്ള ബന്ധമല്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെ ട്രംപിൻ്റെ നിലപാടല്ല മറ്റുള്ള റിപ്പബ്ലിക്കൻ ലോ മേക്കേഴ്സിന് റഷ്യയോടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഇതിനകത്തുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിലവിലെ സിറ്റുവേഷൻ ഇതാണ്. ഉക്രൈൻ അമേരിക്കയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. അമേരിക്കയ്ക്ക് കൊടുക്കുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ്റെ ഉള്ളിലുള്ള ധാതു സമ്പത്തുകൾ, ഉക്രൈൻ്റെ ഉള്ളിലുള്ള നാച്ചുറൽ അസറ്റ്, അതായത് ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട നാച്ചുറൽ അസറ്റുകളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു ഡീലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. പുടിനാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് യുദ്ധം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്ന 10 ദിവസത്തിനുള്ളിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇപ്പം ഡിപ്ലോമാറ്റിക് ചാനൽ ഓപ്പൺ ചെയ്യുന്നത് ഒരു മണ്ടത്തരമാണ്. അതൊരു പക്ഷേ ഇറാൻ വലിച്ചു നീട്ടി വീണ്ടും ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഉദ്ദേശിക്കുന്നത് പോലെ മാക്സിമം ട്രാഫിക് ഇറാൻ്റെ സൈഡിലൂടെ, കഷം ഐലൻഡിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാൻ്റെ എണ്ണ വിൽപ്പന ഇപ്പം നിന്നിട്ടുണ്ട്. അങ്ങനത്തെ വാർത്തകളും വരുന്നുണ്ട്. എനിവേ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.